നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രത്തിനകത്തോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ അളവിൽ വരെ നല്ല നാടൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഉരുകി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ നെയ്യിൽ കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നെയ്യിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുത്താൽ മതിയാകും. റവ നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം അതേ പാത്രത്തിലോട്ട് തന്നെ വീണ്ടും ഞാനൊരു 1 ടീസ്പൂണോളം, 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിലോട്ടേക്ക് നല്ല മധുരമുള്ള പഴുത്ത നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ചെറിയ 2 പഴമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പഴം നമ്മൾ നെയ്യിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ പഴം നല്ലതുപോലെ ഉടഞ്ഞു വരണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു റെസിപ്പിയിൽ നല്ലതുപോലെ പഴുത്ത പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടണം. പഴം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി, ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. മധുരം ബാലൻസ് ചെയ്യുന്നതിന് 2 നുള്ളു ഉപ്പ്, 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി പഞ്ചസാര നല്ലതുപോലെ ഉരുകി വരുന്ന പാകത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. പഞ്ചസാരയൊക്കെ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മെൽറ്റായി, അതുപോലെ തേങ്ങയും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. അതിനുശേഷം കണ്ടോ, പഞ്ചസാര നല്ലതുപോലെ ഉരുകി വന്ന് പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ടേക്ക് 1/2 കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത് ഇത് കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും പാല് നന്നായിട്ട് തിളച്ച് വരും. പാല് നല്ല തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പഴക്കെ നല്ലതുപോലെ വറ്റി ഇത് നമുക്ക് ശരിക്കും കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലോട്ടേക്ക് രീതിയിൽ മാവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് തയ്യാറായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കയ്യിൽ വെച്ച് നമ്മൾ സാധാരണ അരിയുണ്ടൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ ലഡുവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നുകൂടി അടിപൊളിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി നെയ്യ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്നങ്ങ് വറുത്തെടുത്താൽ മതിയാകും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അതില്ലെങ്കിൽ സാധാരണ ആ ഉരുള പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്തോട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ കശുവണ്ടിപ്പരിപ്പും നിലക്കടലയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.